വർഷം 2072. ശ്വേത കർഹർ ഒടുവിൽ ഇന്ത്യൻ നാഷണൽ ലൈബ്രറിയുടെ മുന്നിലെത്തി. 18-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് കെട്ടിടങ്ങൾ. ഇന്ന് വഴികൾ അവരുടെ കുഞ്ഞിലെ പോലെ വിജനമല്ല. വഴിയിൽ പതുങ്ങിയിരിക്കുന്ന മരണപ്പെട്ടവരെ പേടിയില്ല. ലോകം പഴയതുപോലെ ആയിരിക്കുന്നു. വൈറസ് പാടെ മാറിയിരിക്കുന്നു. എന്നാൽ റെസിസ്റ്റൻസ് ഫോഴ്സ് തുടങ്ങിവെച്ച യുദ്ധത്തിന്റെ ബാക്കി തുടരുന്നു. ഇപ്പോൾ വാമ്പയർ ഗേൾ, ഷാങ്ഗ്രില ദ സെക്കൻഡ്, ന്യൂ ഗാർഡിയൻ എന്നിവരുടെ കൈകളിലാണ് റെസിസ്റ്റൻസ്. എലമെന്റൽസ് ഇന്ന് ലോകവ്യാപകമായി വളർന്നിരുന്നു. അവർ ഇസബെൽ കാർലോസിനെ ദൈവത്തെ പോലെ കണക്കാക്കുന്നു. അർണവനെ പക്ഷേ അങ്ങനെ പ്രതീക്ഷിക്കാൻ വാമ്പയർ ഗേൾ സമ്മതിച്ചിട്ടില്ല. അയാളൊരു നായകനായിരുന്നു. എന്നാൽ ചെകുത്താന്റെ ശക്തിയാണ് എന്നത് ആളുകളിൽ മുന്നോട്ടു പോക്ക് ഉണ്ടാക്കിയില്ല. ഒക്കൽ ശക്തികളിൽ വിശ്വസിക്കുന്നവർ ഒരു ശ്രമം നടത്തിയെങ്കിലും വാമ്പയർ ഗേൾ അഥവാ എറോണ അവരെ തുടച്ചു നീക്കി. ശരിക്കും എറോണയെ കാണാനാണ് ശ്വേത അവിടെ എത്തിയത്. അർണവിന്റെയും ഷാൻഗ്രില്ലയുടെയും അവസാന പോരാട്ടങ്ങൾ അവൾക്ക് ഇനിയും വ്യക്തതയോടെ അറിയണം, എഴുതണം. തന്റേതായ ഒരു വിശകലനം. ലൈബ്രറിയുടെ ഉള്ളിലാണ് ഇപ്പോൾ ശ്വേത. ബുക്കുകൾ മാത്രമല്ല അവിടെയുള്ളത്, ഡിജിറ്റൽ രേഖകളും ആവശ്യത്തിനധികം കിട്ടും. എന്നാലും നാഷണൽ ലൈബ്രറിയിൽ ഇപ്പോഴും വായന ശീലമാക്കിയവരാണ് കൂടുതലും ഒത്തുകൂടാറുള്ളത്. ഒബ്സ്ക്യൂർ കാലഘട്ടത്തിനെക്കുറിച്ച് വിശദമായി വായിക്കും. അതിനു മുമ്പും, അതായത് കോൾഡ് വാർ കാലഘട്ടം അഥവാ ഒബ്സ്ക്യൂറിന് മുന്നേയുള്ള കോൾഡ് പീരിയഡ്. വർഷം 1947. വേൾഡ് വാർ 2 ശേഷം ജർമ്മനിയും ബെർലിനും രണ്ടായി ഭാഗിച്ചു. ഈസ്റ്റേൺ ജർമ്മനി USSRനും വെസ്റ്റേൺ ജർമ്മനി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസിനും. ജർമ്മനിയുടെ എയർക്രാഫ്റ്റും കപ്പലും റോക്കറ്റ് ടെക്നോളജിയും USSRന് പോയപ്പോൾ സയന്റിസ്റ്റുകളും റിസർച്ച് ഫെസിലിറ്റിയും എല്ലാം US-ന് കിട്ടി. അവർ പരീക്ഷണം തുടർന്നു. സൂപ്പർ സോൾജേഴ്സിനെ ഉണ്ടാക്കി. അവരുടെ നേതാവായി വെപ്പൺ എക്സ് എന്ന സോൾജറിനെ ഉണ്ടാക്കി. അമേരിക്ക നാറ്റോ ഫോം ചെയ്തപ്പോൾ USSR ഈസ്റ്റേൺ ടെറിട്ടറിയിൽ വാർസോ പാക്ട് കൊണ്ടുവന്നു. സിജിൽ മിസൈൽ ബേസിൽ അടക്കം സ്പെഷ്യൽ എബിലിറ്റിയുള്ള ആളുകളെ നിർത്തി. എന്നാൽ USA-യുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ USSR ക്യൂബയുടെ സഹായത്താൽ അവരുടെ മോഡേൺ വെപ്പൺസ് ക്യൂബയിൽ സ്ഥാപിച്ചു. USA-യെ ഭയത്തിലാക്കി. തുടർന്ന് വെപ്പൺ എക്സിനെ USSR-ന്റെ റെഡ് കമാൻഡ് ആർമി ക്യൂബയിൽ വെച്ച് കൊലപ്പെടുത്തി. ഇത് USA-യെ അവരുടെ മിസൈൽ ഇറാനിലും ടർക്കിയിൽ നിന്ന് പിൻവലിപ്പിച്ചു. അങ്ങനെ ഡിറ്റന്റെ നിയമം കൊണ്ടുവന്നു. USA-യും USSR-ഉം പരീക്ഷണങ്ങൾ പക്ഷേ തുടർന്നു വന്നു. 1981 വന്ന അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് സ്റ്റീവൻ ഒടുവിൽ ആദ്യമായി അവരുടെ സഹായം തേടാൻ തീരുമാനിച്ചു. വളർച്ച നിന്ന USSR എക്കോണമി അവർ നിഷ്പ്രഭമാക്കി കൊടുത്തു. അന്താരാഷ്ട്ര വിപണിയിൽ ഓയിലിന്റെ വില കുറച്ചുകൊടുത്തു. USSR വിഭജിച്ചു. 1990 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് താഴെ വീണു. അപ്പോഴേക്കും അവർ ദി ഫൗണ്ടിംഗ് ഫാദേഴ്സ് ഓഫ് അമേരിക്ക, ലോകം മുഴുവൻ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ അവരുടെ കൺട്രോൾ കൊണ്ടുവന്നു. അവർ പിന്നീട് അവരെ വിളിക്കാൻ തുടങ്ങി FODN, ഫെഡറേഷൻ ഓഫ് ഡെവലപ്ഡ് നേഷൻസ്.